വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി Hallelujah. Praise the Lord. എല്ലാ ഷാലോം പ്രേക്ഷകരെയും കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി സഭ ഒരുങ്ങുന്ന ഈ കാലയളവിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ഏറെ ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. എന്താണ് പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? അതിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിൽ നയിക്കപ്പെടുക, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചെല്ലാം പ്രിയ ദൈവജനമേ നമ്മൾ പഠിക്കുകയും ആഴത്തിൽ ധ്യാനിക്കുകയും അത് സ്വായത്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞുള്ള ഒരു ജീവിതമുണ്ട്, ഒരു ജീവിത ശൈലിയുണ്ട് എന്നുള്ളത് നമ്മൾ ഏറെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആയതിനാൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ നമുക്ക് ഇന്നേ ദിവസം ധ്യാനിക്കാം, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ നിറവും മരുഭൂമിയും എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും മരുഭൂമി അനുഭവവും ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, യേശുവിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി എന്ന്. അപ്പം യോർദാനിൽ നിന്ന് യേശു പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്താൽ നിറഞ്ഞ് ആത്മാവിൻ്റെ നിറവോടെയാണ് അവൻ അവിടെ നിന്ന് മടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പ്രിയ ദൈവജനം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ട് എന്ന് പറയുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ് എന്ന് പറയുന്നത് തമ്മിൽ അല്പം വ്യത്യാസമില്ലേ? ഇപ്പം പേഴ്സ് കാലിയാകാതിരിക്കാൻ വേണ്ടി ഒരു 10 രൂപ വെക്കുന്നതും പേഴ്സ് നിറച്ചും വലിയ നോട്ടുകൾ അടുക്കി വെക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? അരിയിടുന്ന കലം കാലിയാകാതിരിക്കാൻ വേണ്ടി ഒരു പിടി അവിടെ അരി ഇടുന്നതും നിറഞ്ഞ തുളുമ്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. കലത്തിനകത്ത് അരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അരിയുണ്ട്, പക്ഷേ ഒരു പിടി അരിയേ ഉള്ളൂ. അരിയുണ്ടോ? അരിയുണ്ട്, ഒരു പിടി അരിയുള്ളൂ. പക്ഷെ നിറഞ്ഞ് കവിയുന്ന അവസ്ഥയിലിരിക്കുന്ന ഒരു കലവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. നമ്മളിലെല്ലാം പരിശുദ്ധാത്മാവുണ്ട്. പുതിയതായി ഒന്നും വരേണ്ട ആവശ്യമില്ല. വന്ന പരിശുദ്ധാത്മാവ് സ്ഥിരമായി അതിനകത്തങ്ങ് വസിക്കുക, അവൻ വാസമുറപ്പിക്കുന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങനെ വന്നെങ്കിലും ഈ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ
നമ്മൾ അനുവദിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ അനുവദിക്കുന്നതനുസരിച്ച്, നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ഈ പരിശുദ്ധാത്മാവിന് നമ്മിൽ വളരാനും നമ്മിൽ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ട്. എന്നാൽ അഭിഷേകത്താൽ നിറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ? അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവിടെ നിന്ന് മടങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്, ഏതോ കോണിക്കിടക്കുന്ന ഒന്നായിട്ട് നമ്മൾ അവശേഷിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കോണിലോട്ട് തട്ടിയിട്ടിട്ട് നമ്മൾ നമ്മുടേതായ ബുദ്ധിയും നമ്മുടേതായ തീരുമാനവും അനുസരിച്ച് നമ്മൾ ജീവിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം പോലെയാണ്. ഹൃദയം ഇല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല. അപ്പോൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൻ്റെ, ആത്മീയ മനുഷ്യൻ്റെ ചങ്കാണ്, ഹൃദയമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നിന്നെ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ ഒരു വ്യക്തിയല്ല. ഈ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും കോണിൽ മാറ്റി നമ്മൾ ഇട്ടാൽ പോരാ. പരിശുദ്ധാത്മാവിനെ പ്രവർത്തനക്ഷമമാക്കി നമ്മൾ മാറ്റേണ്ടത് ആവശ്യമാണ്. പ്രവർത്തനക്ഷമമാക്കി മാറ്റണം നമ്മൾ. ഹല്ലേലൂയ. ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്ത് നമ്മുടെ വണ്ടികളെല്ലാം പുറത്തിറങ്ങാതെ വീടിൽ കാർ ഷെഡിൽ കിടക്കുകയാണ്. അപ്പം അത് ഉപയോഗിക്കാതെ ഷാർട്ടാക്കാതിരുന്നാലോ? ഒരാഴ്ച 2 ആഴ്ച വണ്ടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഷാർട്ട് ചെയ്താൽ ഷാർട്ടാകുപോലുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വണ്ടി പ്രത്യേകമായ ഒരു ആവശ്യത്തിന് വേണ്ടി ചാവിയിട്ടു തിരിച്ചു, പക്ഷേ സ്റ്റാർട്ടാകുന്നില്ല. കാരണം വണ്ടി ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് അതിൻ്റെ ബാറ്ററി മുഴുവൻ ചാർജ് ഇറങ്ങിപ്പോയി. അത് പിന്നെ അഴിച്ചെടുത്തുകൊണ്ട് പോയി ബാറ്ററി കടയെ കൊണ്ടുപോയി ചാർജ് ചെയ്ത് പിന്നെ ഇവിടെ കൊണ്ടുവച്ചപ്പോഴാണ് സ്റ്റാർട്ടായത്. ബാറ്ററി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ട്. പക്ഷേ ഞാൻ ആ ബാറ്ററി ഉപയോഗിക്കാതെ വെച്ചതുകൊണ്ട്, കാറ് സ്റ്റാർട്ട് ചെയ്യാതെ, കാറിൻ്റെ ഉപയോഗം നടത്താതെ, കാറിനെ കൊണ്ടുള്ള എൻ്റെ ഉപയോഗം ഞാൻ കുറേ കാലത്തേക്ക് മാറ്റിവെച്ചതുകൊണ്ട് ഈ ബാറ്ററിയിലെ ചാർജ് എല്ലാം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇതുപോലെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിലും ഈ പരിശുദ്ധാത്മാവിനെ മൈൻഡ് ചെയ്യാതെ, ഗൗനിക്കാതെ, പരിശുദ്ധാത്മാവിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ മനഃപൂർവ്വം അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് ഒരു ആലോചന പോലും ചോദിക്കാതെ, പരിശുദ്ധാത്മാവേ നിനക്ക് സുഖമാണോ എന്ന് ഇടയ്ക്കൊന്ന് ഒന്ന് തട്ടി നോക്കുകയെങ്കിലും ചെയ്യാതെ, പരിശുദ്ധാത്മാവിനോട് ഒരു വാക്കെങ്കിലും സംസാരിച്ച് നമ്മൾ മുന്നോട്ട് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിർവീര്യമായി പോകും. അതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോകും. എന്തിനു വേണ്ടി അത് നൽകപ്പെട്ടു അതിൻ്റെതായ ഒരു പ്രവർത്തനവും കാഴ്ചവെക്കുവാൻ അതിന് സാധിക്കുകയില്ല. ബാറ്ററി എന്തിനു വേണ്ടി നൽകപ്പെട്ടു അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെതായ ശക്തി ചോർന്നു പോകും. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, നമ്മൾ വേണ്ട വിധം അത് ഗൗനിച്ചില്ല, അതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു തലമുണ്ട് പ്രിയമുള്ളവരെ. പരിശുദ്ധാത്മാവ് ഉള്ളവനെയും പരിശുദ്ധാത്മാവ് നിറവിൽ നയിക്കുന്നവനെയും തിരിച്ചറിയാൻ പറ്റും നമുക്ക്. നിറഞ്ഞ കുടത്തെ കൊട്ടുമ്പോൾ ഒരു ഒച്ച കേൾക്കും.
കാലിയായ കുടത്തെ കൊട്ടുമ്പോഴും ഒരു ഒച്ച കേൾക്കാം. നമുക്ക് അകത്തോട്ട് നോക്കണമെന്നില്ല. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അകത്തോട്ട് നോക്കണ്ട. പുറത്ത് നിന്നുകൊണ്ട് കാലിക്കുടത്തെയും നിറവുള്ള കുടത്തെയും കൊട്ടി നോക്കിയാൽ മതി, ശബ്ദം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുന്ന ഒരുവനെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും തമ്മിൽ കാണുമ്പോൾ തന്നെ ഒരാത്മീയ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റും. ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറയുകയും തൻ്റെ ആത്മാവിനാലോ തൻ്റെ ബുദ്ധിയാലോ നമ്മൾ നയിക്കപ്പെടുക, പലപ്പോഴും ലോകത്തിൻ്റെ അരൂപിയാൽ നമ്മൾ നയിക്കപ്പെടുന്നു എങ്കിൽ അതുകൊണ്ട് എന്തോ വിശേഷമുള്ളത്? പലപ്പോഴും നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുമ്പോൾ, യുക്തി ഉപയോഗിക്കുമ്പോൾ, നാട്ടിലെ രീതികളനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്ന ഒരു തലമുണ്ട്. നമ്മൾ ആ തലത്തിലേക്ക് നമ്മൾ വരണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി അവൻ നയിക്കപ്പെട്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന് മാത്രമേ ആത്മാവിനാൽ ആ നിറവിൽ നയിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. ആത്മാവിലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. ആത്മാവ് എന്നെ നയിക്കണം. തിരുവചനം പറയുകയാണ്, ആത്മാവ് അവനെ നയിച്ചു എന്ന്. പഴയ നിയമത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ദാനിയേലിന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറഞ്ഞു. ഗെദയോന്റെ മേൽ ആത്മാവ് വന്ന് നിറഞ്ഞു. സാംസന്റെ മേൽ ആത്മാവ് വന്ന് നിറഞ്ഞു. ഏലിയാവിൻ്റെ മേൽ നിറഞ്ഞു. അപ്പോസ്തലന്മാരുടെ മേൽ 120 ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പോൾ ആത്മാവിൻ്റെ ഒരു നിറവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നിറവിന് വേണ്ടി നമ്മൾ കൊതിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നിൽ നീ നിറയണമേ. നിറയണമേ എന്ന് പറയുമ്പോൾ മേളിൽ നിന്ന് വരികയാണ് നിങ്ങൾ ധരിക്കരുത്. പാട്ടുപാടി ഇങ്ങനെ മൂപ്പിച്ച് അതിൻ്റെ റീതമിട്ട് മൂപ്പിച്ചിങ്ങ് വരുമ്പോൾ വെള്ളിടി വെട്ടിയതുപോലെ മോളിൽ നിന്ന് വരികയാണെന്നോ, ഒരു ശബ്ദമുണ്ടാക്കി വരികയാണെന്നോ, ലൈറ്റ് അടിക്കുന്ന ടോർച്ചിൻ്റെ വെട്ടത്തിൽ വരികയാണെന്നോ എന്നും നിങ്ങൾ ധരിക്കരുത്. അതൊക്കെ വന്ന കാലഘട്ടങ്ങളുണ്ട്. ഒരു പക്ഷേ ദൈവത്തിന് അങ്ങനെ ഇനിയും വരാം. പക്ഷെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ പരിശുദ്ധാത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് നമ്മൾ ദാഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിഷേകം മേളിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ അകത്ത് നിന്നാണ് വരുന്നത്. അകത്ത് നിന്നാണ് ഉറവയെടുക്കുന്നത്. ഒരു കുളം വെട്ടിയാൽ, ഒരു കിണർ താത്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വരുന്ന മേളിൽ നിന്നല്ല. ഉറവ മേളിൽ നിന്ന് താഴോട്ട് ഒഴുകി നിറയല്ല വെള്ളം ചെയ്യുന്നത്. കിണർ വെട്ടി അടിയിലോട്ട് ചെല്ലുമ്പോൾ അടിയിൽ നിന്നാണ്, അകത്ത് നിന്നാണ് ഉറവ പൊട്ടി വെള്ളം പുറത്തോട്ട് വന്ന് ആ കിണർ നിറയുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ആദ്യമായിട്ടൊന്ന് വരും പരിശുദ്ധാത്മാവ്, അത് മേളിൽ നിന്നാണ് വരുന്നത്. അതെന്നാ വന്നത്? അത് നീ മാമോദീസ സ്വീകരിച്ചപ്പോൾ വന്നു. ഇനി അഭിഷേകം എന്നാ വരുന്നത്? ഈ അഭിഷേകം നിന്റെ അകത്ത് നിന്നാണ് അഭിഷേകം പുറത്തോട്ട് വരുന്നത്. ആദ്യം പരിശുദ്ധാത്മാവ് വന്നത് മുകളിൽ നിന്ന് അകത്തോട്ട് വന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അകത്തുനിന്ന് പുറത്തോട്ടാണ് വരുന്നത്. അപ്പോൾ കിണറിൻ്റെ അകത്ത് നിന്ന് ഉറവ, അടിയിൽ നിന്ന് അകത്ത് നിന്ന് ഉറവ പൊട്ടി വെള്ളം പുറത്തേക്ക് വരുന്നത് പോലെ
അതല്ലേ യേശു തന്നെ പറഞ്ഞത് യോഹന്നാൻ 7-ാം അധ്യായത്തിലെ 37-ാം വാക്യത്തില്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ പൊട്ടിപ്പുറപ്പെടുമെന്ന്. പൊട്ടി ഒഴുകും. അപ്പൊ അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, അവൻ്റെ അകത്ത് നിന്നാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളുടെ അരുവി പൊട്ടുന്നത്. അത് ഉടലെടുക്കുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്, അവൻ്റെ അകത്ത് നിന്നാണ്. ഹല്ലേലൂയ. പുറത്തു നിന്നല്ല വരുന്നത്, നിറവ് വരുന്നത് നിൻ്റെ അകത്തുനിന്ന് തന്നെയാണ്. കാരണം ആ ആത്മാവ് നിൻ്റെ അകത്തുണ്ട്, ആ തീ നിൻ്റെ അകത്തുണ്ട്. പരിശുദ്ധാത്മാവാകുന്ന തീ നിന്റെ അകത്ത് കിടപ്പുണ്ട്. ആ ഉറവ അവിടെ കിടപ്പുണ്ട്. ആ ഉറവ പൊട്ടും. ആ ഉറവ പൊട്ടി ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, വിവിധ തരം കൃപാവര അഭിഷേകം നിന്റെ അകത്തുനിന്ന് പൊട്ടി ഇതാ അതങ്ങ് ഉയർന്ന് നിന്നിൽ നിറയാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം നിറഞ്ഞ് അരുവി നിറഞ്ഞ് നിന്നിൽ കവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. അപ്പോൾ നിറയുന്നതും കവിഞ്ഞൊഴുകുന്നതും ഒരവസ്ഥയുണ്ട്. നിറയുന്നത് ഒരവസ്ഥ, നിറഞ്ഞിട്ട് കവിഞ്ഞൊഴുകുന്നത് മറ്റൊരു തലമാണത്. ഹല്ലേലൂയ. അപ്പം നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളും അഭിഷേകവും തേജസ്സും തീഷ്ണതയും വിശുദ്ധിയും അഭിഷേകവും നമ്മിൽ നിന്ന് തന്നെ നിറഞ്ഞ് നമ്മളിൽ നിറയപ്പെടുന്നു. അപ്പം നമ്മളിൽ നിറയുന്നത് ആർക്കാ? നമ്മളിൽ നിറയുന്നത് നമുക്കാ. ഇനി നിറഞ്ഞിട്ട് അത് നമ്മളിൽ നിൽക്കാൻ പറ്റാതെ ഓവർഫ്ലോ ചെയ്യും, നിറഞ്ഞ് പുറത്തോട്ടൊഴുകും. പുറത്തോട്ടൊഴുകുന്നത് ആർക്കാ? അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാ. ദൈവജനത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി നിറയുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ എന്നിൽ നിന്ന് പുറത്തോട്ട് ഓവർഫ്ലോ ചെയ്യുന്നത്, നിറഞ്ഞിട്ട് നിൽക്കാൻ പറ്റാത്ത വിധം പുറത്തോട്ട് കൃപാവരങ്ങൾ വരുന്നത്, അത് ദൈവജനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയിട്ടും. നിനക്കുള്ള ജീവിതകാലം കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ മരണം വരെയും നിനക്ക് ഈ ലോകത്തിൽ ഒരു വിശുദ്ധ വിശ്വാസ ജീവിതം നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള എനർജിയുടെ ആ അഭിഷേകം, നിനക്ക് വേണ്ട അഭിഷേകം, നിറവ് നിനക്ക് മാത്രമല്ല, അതിലധികം നിനക്ക് തരുന്നത് മറ്റുള്ളവർക്കൂടെ കൊടുക്കാനാണ്. ഓവർഫ്ലോ ചെയ്യാൻ തക്ക വിധം, കവിയാൻ തക്ക വിധം നിന്നിലേക്ക് ദൈവം തരുന്നത്, ഉറവ തരുന്നത് മറ്റുള്ളവർ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വീടുകളിലായിരിക്കുന്ന അപ്പന്മാർ, അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, പ്രിയ യുവജനങ്ങളെ, അങ്ങനൊരു ആത്മീയ മണ്ഡലമുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, സ്വപ്നലോകമല്ല, ഇത് അന്ധകാലമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ല. ഇത് ഇന്ന് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ, ഇന്ന് ഇവിടെ ഇത് യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. നിന്റെ അകത്ത് കൃപാവരങ്ങൾ നിറഞ്ഞ് 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 മാത്രമല്ല, അത് കവിയുന്നത് മറ്റുള്ളവരിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, അയൽവക്കത്തിലേക്ക്, നിന്റെ ഇടവകയിലേക്ക്, സഭയിലേക്ക്, ദേശത്തിലേക്ക് കൊടുക്കുവാൻ വേണ്ടി, ഒഴുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊരു ഒഴുക്കിലേക്ക് വരുവാൻ തക്ക വിധം ആ അഭിഷേകത്തിൻ്റെ നിറവിന് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിക്കണം. ഒന്നാമത് ആഗ്രഹിക്കണം. എനിക്ക് ചെറിയൊരു ലക്ഷ്യത്തിന് വേണ്ടി, ചെറിയൊരു കാര്യത്തിന് വേണ്ടി എനിക്ക് അഭിഷേകം കിട്ടിയാൽ പോരാ. അനേകരെ കർത്താവിനായി നേടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. അപ്പസ്തോല പ്രവർത്തനം 1:8. അപ്പോൾ ജെറുസലേമിലും യൂദയായിലും
സ്വന്തം നാട്ടിലും സ്വന്തം ദേശത്തും അന്യനാട്ടിലും എല്ലായിടത്തേക്കും ഒഴുക്കുവാൻ തക്ക വിധം, കൊടുക്കുവാൻ തക്ക വിധമാണ് ദൈവം ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്യുന്നത്. നമ്മൾ ഷാലോൻ ടി വിയെ, ഷഖൈന ടി വിയെ ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ, അവരെയൊക്കെ ദൈവം അഭിഷേകം ചെയ്തതിലൂടെ ഇന്നത്തെ ഈ ടോക്ക് തന്നെ, ഈ പ്രസംഗം തന്നെ, ഈ സന്ദേശം തന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, നിറഞ്ഞ് ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം ചെല്ലുകയാണ്. ഇതൊക്കെ അഭിഷേകത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഒരു ആത്മീയ മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് ഈ ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കുവാൻ, ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ നമുക്ക് പ്രാർത്ഥിക്കണം. നമുക്ക് അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് അവൻ നയിക്കപ്പെട്ടു. അപ്പോൾ ആത്മാവ് നിറയുമ്പോൾ പിന്നെ നമ്മളെ നയിക്കുന്നത് ആത്മാവാണ് നയിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ നമ്മൾ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുന്നില്ലെങ്കിൽ മറ്റൊരാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ഇപ്പം വെളിച്ചമില്ലെങ്കിൽ ഇരുട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. ഇരുട്ടിനെ നമ്മൾ വരുത്തേണ്ട ആവശ്യമില്ല. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. വെളിച്ചം പോയാൽ ഉടനെ ഇരുട്ട് വരും. ആത്മാവിൻ്റെ അഭിഷേകം നിനക്ക് ഇല്ല എങ്കിൽ ഓപ്പോസിറ്റ് സ്പിരിറ്റിനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവൻ അവിടെ ഉണ്ട്. അവൻ വരും, അവൻ നമ്മളെ നയിക്കാൻ തുടങ്ങും. അതാണ് ലോകത്തിൻ്റെ ആലോചനകൾ, ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾ അനുസരിച്ച് വ്യക്തികൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിറവ് എനിക്ക് നൽകണമേ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ യേശുവിനെ അഭിഷേകം ചെയ്തിട്ട് ഈ ആത്മാവ് യേശുവിനെ നേരെ വലിയൊരു പ്ലാറ്റ്ഫോമിലോട്ട്, വലിയൊരു സ്റ്റേജിലോട്ട് കൊണ്ടുപോവുകയായിരുന്നോ? അല്ല, മരുഭൂമിയിലേക്ക്. അപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്ത് അനേക ദൈവമക്കൾ അവർ ഭാവനയിൽ കാണുക, ചിന്തിക്കുക, കരുതുക, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചാൽ ഒട്ടനെ എനിക്ക് 100ഓളം പേരുടെ, 1000 പേരുടെ, 10,000 പേരുടെ മുമ്പിൽ സ്റ്റേജിൽ നിന്ന് എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കും, എനിക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ ബൈക്കേല നടക്കുന്നെങ്കിൽ കാറെ കൊണ്ട് നടക്കും എന്നൊക്കെ ധരിക്കുന്ന വ്യക്തികൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും കാണും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒട്ടനെ നല്ല ആത്മീയ അന്തരീക്ഷത്തിലേക്കാണ്, ദേവാലയത്തിലേക്കാണ്, ആയിരങ്ങളുടെ മുമ്പിലേക്കാണ്, നല്ലൊരു ആത്മീയ ക്ലൈമറ്റിലോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ ധരിക്കരുത്. പരിശുദ്ധാത്മാവ് യേശുവിനെ ആദ്യം നയിച്ചത് മരുഭൂമിയിലിട്ടാണ്. മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യമാണ്, ഉഷ്ണക്കാറ്റാണ്. മേളിന്ന് ചൂട്, താഴേന്ന് ചൂടാ, നല്ല കാറ്റടിക്കുന്നു, വെള്ളമില്ല, ആഹാരമില്ല. മരുഭൂമിയിൽ വന്യമൃഗങ്ങളുണ്ട്. സുവിശേഷകന്മാരിൽ ഒരു സുവിശേഷകൻ പറയുന്നത് അവൻ വന്യമൃഗങ്ങളോടൊപ്പം മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലോട്ട് നയിച്ചു. അവിടെ പച്ചപ്പില്ല, അവിടെ വെള്ളമില്ല, അവിടെ തണുത്ത അന്തരീക്ഷമില്ല, അവിടെ ഒറ്റ മനുഷ്യവാസമില്ല, ഒന്ന് വർത്താനം പറയാൻ, പ്രോത്സാഹിപ്പിക്കാൻ വ്യക്തികളില്ല. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചതുകൊണ്ട്, അല്ല ആത്മാവിൽ ഞാൻ നിറഞ്ഞതുകൊണ്ട് എനിക്കെല്ലാം അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്ന് ധരിക്കരുത്. ആദ്യം നിന്നെ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് നീ അത് ഉറപ്പിക്കപ്പെടുന്നത്. അവനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമി
മരുഭൂമി അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാം. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അതുകൊണ്ട് മരുഭൂമി അനുഭവങ്ങളിലും തകർന്നു പോകാതെ, പരിശുദ്ധാത്മാവ് എന്നിൽ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തായിരുന്നോ എന്ന് സംശയമുണ്ടാകാത്ത വിധത്തിൽ ഇത് ശക്തമായി നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഉറപ്പിക്കപ്പെടട്ടെ. ഈ കാഴ്ചപ്പാട്, ഈ ബോധ്യം. പരിശുദ്ധാത്മാവ് നമ്മളെ മരുഭൂമിയിലേക്ക് നയിച്ചെന്നിരിക്കും. അവിടെയും ആത്മാവിൻ്റെ നിറവുള്ളവൻ അവിടെ ജയം നേടാൻ നമുക്ക് സാധിക്കും. ഈ ഒരു കൃപ, ഈ വെളിപ്പാട്, ഈ ഒരു അഭിഷേകം, ഈ നിറവ് നമ്മൾ നിറഞ്ഞ് കവിയട്ടെ. ഇതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി എന്നിൽ നിറഞ്ഞാൽ മാത്രം പോരാ, നിറഞ്ഞ് എന്നിൽ കവിയണം. മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ തക്കവിധം, അനേകരിലേക്ക് ഒഴുകാൻ തക്കവിധം, അനേകർക്ക് നൽകാൻ തക്കവിധം അപ്പാ എന്നിൽ കൃപാവരങ്ങളും അഭിഷേകവും കർത്താവിൽ നിറഞ്ഞ് കവിയട്ടെ. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഫലങ്ങൾ കർത്താവെ അനേകരിലേക്ക് ഒഴുകാൻ തക്കവിധം എന്നിൽ നിറഞ്ഞ് കവിയട്ടെ. എന്നൊരു അഭിഷേകമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരങ്ങളും ഉയർത്തി ഒരൊറ്റ വിളി, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിച്ച മക്കളെ ശക്തിയോടെ സ്തുതിക്കട്ടെ, ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. അഭിഷേകത്തിന് വേണ്ടി ഒന്ന് കൊതിച്ചു ദാഹിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പുതിയ ബുദ്ധികൾ കൊടുക്കണമേ, കാഴ്ചപ്പാടുകൾ കൊടുക്കണമേ, പുത്തൻ അഭിഷേകം കൊടുക്കണമേ. അഭിഷേകത്തിൻ്റെ നിറവ് ഇവരുടെ ഉള്ളറകളിൽ ജ്വലിക്കട്ടെ, നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ, ഇടവകളിലേക്ക്, ദേശങ്ങളിലേക്ക് ഒഴുകട്ടെ, രാജ്യം മുഴുവൻ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവരെ സാക്ഷികളാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിറവിൻ്റെ അഭിഷേകം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ഒരു നയിക്കപ്പെടുവാൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത